ഹലോ ഫ്രണ്ട്സ്, മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റിൻ്റെ നോക്കാം കേട്ടോ എപ്പിസോഡ്. അപ്പോൾ ഇന്നലെ സിഐയുടെ ആലോചന വന്ന വശം നന്ദുവിൻ്റെ അമ്മ പോയിട്ടുണ്ടല്ലോ ജ്യോത്സ്യരെ കാണാനായിട്ട്. അപ്പോൾ ജ്യോത്സ്യർക്ക് അവിടെ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എത്രാമത്തെ തവണ നിങ്ങൾ എന്നെക്കൊണ്ട് അവിടെ നിർത്തിക്കണേന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതെൻ്റെ ഒരു ആദ്യം കൊണ്ടാണ് ജ്യോത്സ്യരെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, വരുമ്പോഴൊക്കെ ഞാൻ ഒറ്റ കാര്യമല്ലേ പറയാറുള്ളൂ, അതിനിപ്പോഴും മാറ്റില്ല, ആ പയ്യനും നിങ്ങളുടെ മോളും തമ്മിൽ ഒന്നിക്കും എന്ന് പറയും കേട്ടോ. അതിനിപ്പോൾ എത്ര എതിർത്താലും കറങ്ങി തിരിഞ്ഞ് ആ പയ്യൻ നിങ്ങളുടെ മോളുടെ ജീവിതത്തിലേക്ക് തന്നെ വരും. അപ്പോൾ അമ്മ പറയുന്നുണ്ട് കേട്ടോ, ജ്യോത്സ്യരെ ആ ബന്ധം നടക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജ്യോത്സ്യർ പറയും, അതിപ്പോൾ എന്നോട് പറയാണ്ട് ദൈവത്തിനോട് പറയുന്നതായിരിക്കും നല്ലത്. ദൈവം നേരത്തെ തീരുമാനിച്ച ബന്ധത്തെ നമുക്കായിട്ട് തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതാ, ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞാലും ആ ബന്ധം പിരിയുമെന്ന്. ആ പയ്യൻ ആരെയാണോ സ്നേഹിച്ചത് ആ പെൺകുട്ടിയായിട്ട് തന്നെ ഒന്നിക്കുന്നൊക്കെ. അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് ശരിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പിരിഞ്ഞു പോയ പെൺകുട്ടിയും അനിയും തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പോണില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിങ്ങളുടെ മോളും അവൾ സ്നേഹിക്കുന്ന പയ്യനും തമ്മിലുള്ള വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എൻ്റെ ജ്യോത്സ്യരെ അത് നടക്കാൻ പാടില്ലാത്ത ബന്ധമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കനക ഒരു കാര്യം ചെയ്യും, വേറെ ഏതെങ്കിലും ജ്യോത്സ്യനെ കാണുന്നതായിരിക്കും നല്ലത്. എനിക്ക് അവിടെ നിർത്തിയിട്ട് സത്യങ്ങൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. 1-2 വർഷം വരെ ചിലപ്പോൾ അവർ കാത്തിരുന്നെന്ന് വരും. അതിനുള്ളിൽ നിങ്ങൾ മനസ്സ് മാറ്റിയിട്ട് അവരെ വിവാഹം നടത്തി കൊടുക്കും. ഇനിയിപ്പോൾ അതൊന്നും നടന്നില്ലെങ്കിൽ അവർ നിങ്ങൾ ആരും അറിയാതെ കല്യാണം കഴിച്ചൊന്നും വരും. അയ്യോ എന്ന് പറയണ്ടേട്ടോ അപ്പോൾ കനക. എന്നിട്ട് ജ്യോത്സ്യർ ചോദിക്കേണ്ട, പെൺകുട്ടി ഇപ്പോൾ എസ് ഐ അല്ലേ, അവളേനെ ദൂരെ സ്ഥലത്തേക്ക് മാറ്റിയാലും ശരി, ഇത് മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ്. പെണ്ണുമാണും അമേരിക്കയിലും അല്ലെങ്കിൽ നാട്ടിലായാലും കുഴപ്പമില്ല, അവരുടെ മനസ്സുകൾ തമ്മിൽ കെട്ടിപ്പണഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. ആ പെൺകുട്ടിയെ തേടി കടൽ കടന്നിട്ട് പയ്യനെത്തിയിരിക്കും, അത്രമാത്രം മനസ്സിലാക്കുക. അങ്ങനെ കനകമ്മ വീണ്ടും സങ്കടത്തോടു കൂടി മടങ്ങണം കേട്ടോ, ദക്ഷിണയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഗോവിന്ദൻ പറയുന്നുണ്ട്, ജ്യോത്സ്യന്മാർ അങ്ങനെ പലതും പറയും, അവരുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങോട്ട് വന്ന നല്ലൊരു ആലോചന നമ്മളായിട്ട് വേണ്ടാന്ന് വെക്കരുത്. അപ്പോൾ കനക പറയുന്നുണ്ട് കേട്ടോ, ഗോവിന്ദേട്ടാ ഞാൻ ആ ജ്യോത്സ്യരെ കൊണ്ട് തലങ്ങും വിലങ്ങും നോക്കിച്ചു, പക്ഷേ ഈ കല്യാണം നടക്കില്ല എന്ന് തന്നെയാണ് പറയണത്. സിഐയുടെ ജാതകമായിട്ട് ഒട്ടും വെച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് മറ്റൊരു ജ്യോത്സ്യനെ കാണാം, എനിക്ക് ബലമായി സംശയം അനിയുടെ കാര്യത്തിൽ നോക്കി പറയുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, അനി ആ ജ്യോത്സ്യനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഏയ് അങ്ങനെ പണം വാങ്ങിയിട്ട് കളവ് പറയുന്ന ആളെന്നല്ല അദ്ദേഹം എന്ന് പറയുന്നുണ്ട് കേട്ടോ കനക. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കണ്ടേ, എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ നവീൻ നയനയും കൂടിയിട്ട് വന്നിട്ടുണ്ട്. ആഹാ മക്കളാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കേട്ടോ. മക്കളിരിക്കുകയെന്ന് പറയും. അപ്പോൾ നമ്മുടെ അമ്മ കനകമ്മ സന്തോഷത്തിൽ പറയുന്നുണ്ട്, അത് പിന്നെ നമ്മുടെ നന്ദുവിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. രണ്ടുപേർക്ക് സന്തോഷമായിട്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അവൾക്ക് പറ്റിയ പയ്യനാണോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, പയ്യൻ അവളുടെ സ്റ്റേഷനിലെ CI ആന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കൊള്ളാലോ. അമ്മ പോയി ജ്യോത്സ്യനെ കണ്ടിട്ട് വരിക, പക്ഷേ ജാതകങ്ങൾ തമ്മിൽ വലിയ പൊരുത്തില്ല എന്നാണ് പറയണേ. അപ്പോൾ നവീൻ അതിന് പരസ്പരം നോക്കിയിട്ട് രണ്ടുപേർക്കും അത്ര സുഖമില്ല. എന്നിട്ട് പറയുന്നുണ്ട്, പരസ്പരം എങ്ങനെയും കൂട്ടി യോജിപ്പിക്കാൻ പറ്റണ ജാതകമാണെങ്കിൽ നമുക്കിത് എങ്ങനെയും നടത്താം. അമ്മ പറയട്ടോ, അത് തന്നെ അച്ഛനും പറയണേന്ന് പറയുന്നുണ്ട്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അവളുടെ സ്റ്റേഷനിലെ CI എന്ന് പറയുമ്പോൾ അവളോട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ആൾ ഇങ്ങോട്ട് വന്നത്. പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്, ഇനിയിപ്പോൾ എന്തെങ്കിലും സൂചന കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിലും അവൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ അവളെന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം നയന പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ അനിയായിട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ നിൽക്കണോണ്ട് അവൾ എതിരെ പറയുന്നത് തോന്നണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, പറയരുത്, അവളുടെ വിവാഹം നടന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ തീരും. പിന്നെ അനി അവളുടെ പിന്നാലെ നടക്കില്ല, ആ പയ്യൻ ജോലിയിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചോളൂ. അപ്പം നവ്യ പറയണേട്ടോ നയനോട്, നിൻ്റെ പുന്നാര അനിയത്തിയല്ലേ, നീ ഒന്ന് സ്വാധീനം ചെലുത്ത്. അമ്മയുടെ അച്ഛൻ്റെ പുന്നാര മോള് SI യും മരുവൻ CI യും. അപ്പം നയന പറയും, ശരിയാണല്ലോ പറഞ്ഞത്, ഇതൊരു പോലീസ് കുടുംബമായിട്ട് മാറുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, പക്ഷേ നടന്നാലല്ലേ നടന്നു എന്ന് പറയാൻ പറ്റും മോളെ. ജ്യോത്സ്യർ പറയണത് ഈ ബന്ധം നടക്കാൻ ഒരു സാധ്യതയില്ല എന്നാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനി നവ്യ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ആ ജ്യോത്സ്യനെ ചിലപ്പോൾ അനി സ്വാധീനിച്ചു കാണുന്നു. അപ്പം നയന ചോദിക്കുന്നത്, സ്വാധീനിക്കാനോ ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ നവ്യ പറയേണ്ടത്, ശരിയാ നയനെ, ഇനിയിപ്പോൾ പണം കൊടുത്തിട്ട് ചിലപ്പോൾ ജ്യോത്സ്യനെ സ്വാധീനിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവൻ നന്ദുവിനെ കല്യാണം കഴിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞിട്ട് നടക്കല്ലേ, അങ്ങനെയുള്ളപ്പോൾ അവൻ എന്തും ചെയ്യും. എന്ന് വെച്ചാൽ അതുപോലെ ഒരു ഏട്ടൻ്റെ അനിയനല്ലേ, പ്രേമാസ്തിക്ക് പിടിച്ച് നടക്കുക അനി. അങ്ങനെയുള്ളപ്പോൾ നന്ദുവിന് വരുന്ന എല്ലാ കല്യാണവും അവൻ മുടക്കാൻ ശ്രമിക്കും. അപ്പം നയന പറയണ്ട കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്, പക്ഷെ അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ വളഞ്ഞു വഴിയൊന്നും ചെയ്യില്ല. ചേച്ചി പറഞ്ഞ പോലെ ആദർശനെ അനുകരിക്കണ അനിയനായതുകൊണ്ട് എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം നവ്യക്ക് ദേഷ്യം വന്നു കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ഇവളുടെ ഈ സംസാരം എനിക്ക് ഇഷ്ടമല്ലാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ പറയും, നിർത്ത്, നിങ്ങളെ രണ്ടുപേരും ഇങ്ങോട്ട് വിളിപ്പിച്ചതേ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനാ, ആ സംസാരം ഇനി മറ്റൊരു വഴിക്ക് പോകണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയനെ തലയിട്ടാട്ടു. ഈ സമയം അനന്തപുരിയിൽ നമ്മുടെ ആദർശ് ഇരുന്നിട്ട് ലാപ്പിൽ എന്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനി അധികം ഒന്ന് നോക്കിയിട്ടോ, എന്നിട്ട് അധികം മിണ്ടാണ്ട് പോയി. അപ്പോടാ എന്ന് വിളിക്കൂട്ടോ. അപ്പം നിൽക്കും, നീ എന്തായാലും മൈൻഡ് ഇല്ലാണ്ട് പോകണേന്ന് ചോദിക്കൂട്ടോ. അല്ല ഏട്ടൻ ജോലിയില്ലല്ലേ എന്ന് പറയുന്നുണ്ട്. നിനക്കിപ്പോൾ ഇല്ലാത്തതും അതാണല്ലോ, നീ ഇപ്പോഴേ ജോലി ചെയ്യാണ്ട് ശമ്പളം വാങ്ങുന്നത്. നിൻ്റെ ബ്രാഞ്ചിലെ ഓണത്തിന് റെക്കോർഡ് സെയിലുണ്ടായെങ്കിലേ അതവിടെ മിടുക്കന്മാരായ സ്റ്റാഫുകളുള്ളതുകൊണ്ടാണ്. നീ ഓണത്തിന് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഏട്ടാ എനിക്കതൊക്കെ മടുത്തു.
ജ്വല്ലറിയിലേക്ക് പോകാനേ തോന്നുന്നില്ല. എനിക്ക് പറ്റിയ പണിയൊന്നല്ല ഈ ബിസിനസ്. അപ്പോൾ ആദർശിന് ദേഷ്യം വന്നു കേട്ടോ. എന്നിട്ട് പറയണേ, എന്നാൽ പിന്നെ കവിത എഴുതിയിരിക്കേ, ഇനി നീ ഇവിടെ ഇരുന്നിട്ട് ഒരു വരി എങ്ങാനും എഴുതിയാലുണ്ടല്ലോ ആ പേപ്പർ ഞാൻ കത്തിച്ച് കളയും. അപ്പം അനി പറയണേ, എൻ്റെ സകല കഴിവ് നശിച്ചു ചേട്ടാ ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം. അവളിപ്പോൾ പോയില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ അസുഖം മാറുള്ള വഴിയൊക്കെ ഒത്തു വരുന്നുണ്ട്, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ. അനാമിക എന്തായാലും നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ നിനക്ക് പറ്റിയൊരു പെൺകുട്ടീനെ ഞങ്ങൾ കണ്ടെത്തി തരും. ഇനിയൊരു അബദ്ധം പറ്റാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതുവരെ നീ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയേണ്ട കേട്ടോ. അപ്പോൾ അനി പറയും, എനിക്കിനി കല്യാണം വേണ്ട, ഇനി എന്നെ അതും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയേണ്ട കേട്ടോ. അപ്പോൾ ആദർശ് പറയും, നിനക്ക് സാവകാശം കല്യാണം വേണമെന്നൊക്കെ തോന്നും, അതിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക്, നീ നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന കാര്യമൊക്കെ ഞാൻ പറയണത് എന്ന് പറയേണ്ട കേട്ടോ. എന്നിട്ട് പറയുന്നത്, അവള് നല്ലൊരു പെൺകുട്ടിയാടാ, നിന്നെപ്പോലെ ഉഴപ്പി നടക്കുന്ന ഒരുത്തൻ്റെ കൂടെയെന്നേ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല, അത് മനസ്സിലാക്കാതെ പോയതാ നിനക്ക് പറ്റിയ അബദ്ധം. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ, അതെന്താന്ന് ഏട്ടനൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കണ്ട കേട്ടോ. അനി അതെന്തിനും ഞാൻ പറയണത്, നീ സാവകാശം അറിഞ്ഞോളൂ എന്ന് പറയേണ്ട ആദർശ്. അപ്പം അനി പറയണ്ട കേട്ടോ, നിങ്ങളെല്ലാവരും കൂടി നന്ദുവിനെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ടത് എൻ്റെ സംശയം, അത് കാരണം എൻ്റെ ബ്രെയിൻ പണി മുടക്കുമെന്ന് എനിക്ക് സംശയം. ഇപ്പോൾ എടാ കവിത എന്ന് പറഞ്ഞിട്ട് നീ ഒരുത്തിനെ വിളിച്ച് കയറ്റിയിട്ട് അനുഭവം അറിയാലോ. അതെ, സങ്കല്പിക്കാവുന്നതിനൊക്കെ അപ്പുറത്താ. അതോടെ നിൻ്റെ തീരുമാനങ്ങൾക്ക് ഇവിടെ വോയിസ് ഇല്ലാണ്ടായി, ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. അപ്പം അനി പറയുന്നുണ്ട്, എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കും എന്നും പറഞ്ഞിട്ട് പോകാൻ കേട്ടോ ഇവിടുന്ന്. ഈ സമയം നായന അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, കല്യാണം നടത്തേണ്ട കാര്യമൊന്നും ആലോചിച്ചിട്ട് അച്ഛൻ വിഷമിക്കണ്ട, അത് ആദർശയുടെ മുന്നിൽ നടത്തി തരും. അപ്പം നവ്യ പറയണ്ട കേട്ടോ, അഭി മുന്നിൽ നടത്തി തരുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അച്ഛാ, അവൻ പാപ്പരാ, ഏട്ടൻ അനിയനെ ഒതുക്കി കളഞ്ഞല്ലോ എന്ന് പറയണ്ട കേട്ടോ. അപ്പം അമ്മ പറയുന്നുണ്ട്, എൻ്റെ നവ്യ മോളെ നിന്നോട് പറഞ്ഞില്ലേ ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിർത്താനായിട്ട്, പിന്നെ എന്തിനാ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറയണ്ട കേട്ടോ. അല്ലമ്മേ, ഇടയ്ക്കിടയ്ക്ക് അത് നാവിൽ വന്ന് പോവാ. അപ്പം അച്ഛൻ പറയുന്നത് കേട്ടോ, ആദർശം മൂർത്തി സാറൊക്കെ മുന്നിൽ നിന്നിട്ട് കല്യാണം നടത്തി തരുന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നയന പറയുന്നത് കേട്ടോ, അവർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, പിന്നെ ഇവിടെ പയ്യൻ ചെയ്യും പെണ്ണ് എസ് ചെയ്തുകൊണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നും കൊടുക്കേണ്ടി വരില്ല, കല്യാണ ചെലവുള്ള പൈസ മാത്രം മുടക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം അമ്മ പറയുന്നത്, എന്നാലും അതല്ലല്ലോ മോളെ, ഒരു കല്യാണം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവളുടെ ദേഹത്തും വേണ്ടേ. അപ്പം നവ്യ പറയുന്നത് കേട്ടോ, കല്യാണം നടക്കുമെന്ന് നോക്കിയിട്ട് അതിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാച്ചാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നന്ദുട്ടൻ്റെ ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ചിരിച്ചിട്ട് പറയണ്ട, ആ വന്നല്ലോ അവള് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുട്ടൻ കയറി വന്നിട്ട് പറയണ്ട, ആഹാ രണ്ടാളും ഉണ്ടല്ലോ, അതുകൊണ്ടാണോ എന്നോട് പെട്ടെന്ന് വരണമെന്ന് അമ്മ പറഞ്ഞേ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിനക്ക് നിൻ്റെ ചേച്ചിമാർ വരുന്ന സന്തോഷമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ. എടാ നിനക്ക് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ പറയും, ഇപ്പോൾ വേണ്ടമ്മേ. അപ്പം അച്ഛൻ പറയുന്നത് കേട്ടോ, മോളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനും മോളുടെ ചേച്ചിമാർ വന്നിരിക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നയന ചേച്ചി? അപ്പം നയന പറയുന്നുണ്ട്, ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ നിന്നോട് പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ നീ കുഴപ്പമുണ്ടാക്കാൻ മതി. അപ്പോൾ സീരിയസ് ആയിട്ട് എന്തുണ്ടല്ലോ, അനി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കേണ്ടിട്ട് നന്ദുട്ടൻ. അപ്പം നയന പറയണ്ട, അവൻ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത കാണാണ്ട്, പക്ഷെ അവനൊപ്പം നിന്നിട്ട് നീ എല്ലാം കൊള്ളാക്കരുത്. അപ്പം നന്ദുട്ടൻ സംശയത്തോടുകൂടി അച്ഛനമ്മേനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയന എന്നിട്ട് പറയുന്നുണ്ട്, നീ സംശയിക്കണ പോലൊന്നുമില്ല, വാ നിന്നോട് ഞങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അകത്തേക്ക്. ഇപ്പോൾ കനകാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ, നീ വിഷമിക്കേണ്ട കണക്കെ, മോളെ കല്യാണം ആലോചിച്ച് മോളുടെ സ്റ്റേഷനിലെ CI എന്ന് പറയുമ്പോൾ മോളുടെ വിഷമമൊക്കെ ഈ അഭിപ്രായമൊക്കെ മാറിക്കോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. മാറിയാൽ മതി എന്ന് പറയുന്നുണ്ട് കനക. മാത്രമല്ല അവരെന്നും കാണുന്നതല്ലേ, അപ്പോൾ പിന്നെ മോൾക്ക് അയാളോടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. ഇപ്പം തന്നെ ഉണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ അയാളിപ്പോൾ ഇവിടെ വന്ന് കല്യാണം ആലോചിക്കേണ്ട വലിയ കാര്യമുണ്ടോ ചോദിക്കുന്നുണ്ട് അച്ഛൻ. അപ്പോഴും അമ്മയ്ക്ക് ടെൻഷൻ മാറില്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതല്ല ഗോവിന്ദേട്ടാ, ആ ജോത്സ്യൻ്റെ പ്രവചനം അതെൻ്റെ മനസ്സിൽ കിടക്കുക, അത് കള കനകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ചേച്ചിമാരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തത്ര അത്യാവശ്യമായിട്ട് എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന നവ്യനെ നോക്കും. അപ്പോൾ നവ്യ പറയും, വേറൊന്നുമില്ല മോളെ, നിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്, നിനക്ക് പറ്റിയ ആളാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ പറയും, എനിക്ക് പറ്റിയ ആളാണോ അല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കാൻ ചേച്ചി, അറിയാനൊന്നുമില്ല, ആളിവിടെ വന്നിട്ട് വീടും കണ്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ടോ നയന. അപ്പോൾ നന്ദുട്ടൻ പറഞ്ഞു, ഓഹോ ഞാൻ അറിയാണ്ട് ഇവിടെ കല്യാണാലോചന നടന്നൂലേ. അപ്പോൾ നവ്യ പറയാം, അല്ല അച്ഛനും അമ്മേനെ വന്ന് കണ്ടിട്ടാണ് പോയത്, നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. അപ്പം നന്ദുട്ടൻ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല, പയ്യനും പോലീസ് ഓഫീസറാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ടെൻഷൻ അടിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് പുറത്ത് വന്നിട്ട് പിന്നെ പറഞ്ഞപ്പോൾ നന്ദുട്ടൻ ഒന്നും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, അതും നിന്നേക്കാളൊരു ഗ്രേഡ് കൂടിയ ഓഫീസറാ, ആള് CI ആന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, ഓ ഞാൻ പോലീസുകാരെ മാത്രം കല്യാണം കഴിക്കുന്നു ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നയന പറയും, എന്നാലും പോലീസ് ഓഫീസർക്ക് പോലീസ് ഓഫീസറല്ലേ മോളെ ചേരുന്നത്, ഈ ഡോക്ടർക്ക് ഡോക്ടർ ചേരുന്ന പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നത്, എനിക്ക് പോലീസ് ഓഫീസറൊന്നും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പം നവ്യ പറയുന്നുണ്ട്, അതിന് നിനക്ക് ആരും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലല്ലോ, പക്ഷേ നിന്നിനി അങ്ങനെ വിടാൻ പറ്റില്ല, എനിക്കറിയാവുന്ന ആളാ ഈ CI എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതെ നീ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ CI ആണ് നിന്നെ കാണാൻ വന്നത്. അപ്പം നന്ദുട്ടൻ ഇങ്ങനെ തിരിഞ്ഞിട്ട്, ഓ അയാളോ, അത് ശരി, അയാളുടെ കുറച്ച് ദിവസമായിട്ടുള്ള അയാളുടെ പെരുമാറ്റ സംസാരമൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ ചിലത് തോന്നിയതാ, പക്ഷെ അയാൾ പെട്ടെന്ന് എന്നോടൊന്നും പറയാണ്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നിട്ട് കല്യാണം ആലോചിക്കുന്നു ഞാൻ കരുതിയില്ല.
അപ്പോൾ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്കറിയാവുന്ന ആളല്ലേ, പിന്നെ എന്താ കുഴപ്പം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് മാത്രമല്ല അയാൾ ഒരു അറിവുപൂർണ്ണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അത് കേട്ട് അച്ഛനും അമ്മയും അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ നീ ആരെയാണ് കണ്ടുവച്ചിരിക്കുന്നത് ഒന്ന് പറഞ്ഞേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദൂട്ടനൊന്നും മിണ്ടുന്നില്ല. അപ്പം നവ്യ പറയുന്നുണ്ട്, നീയും അനിയും തമ്മിലുള്ള ബന്ധം കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമെന്ന് അറിയൂ. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, അവിടെ മാത്രമാണോ ഒരുത്തി ചാനലിൽ കൂടെ എല്ലാം പറഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാനേ തന്നെ നാണക്കേടായിരിക്കുക. അത്രയും ചോദ്യങ്ങളായിട്ട് ഓരോരുത്തരുടെ അടുത്തേക്ക് വരണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദൂട്ടൻ പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്യാത്തിടത്തോളം കാലം അച്ഛനും അമ്മയും മറ്റുള്ളവരുടെ മുന്നിൽ ചൂടേണ്ട കാര്യം എന്താ, എൻ്റെ മുന്നിലേക്ക് ആരും വേണ്ടാത്ത ചോദ്യങ്ങളായിട്ടൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദൂട്ടൻ. അപ്പോൾ നയന പറയേണ്ടത് അത് SI നിന്നെ ആൾക്കാർക്ക് പേടിയുള്ളതുകൊണ്ടാ. അപ്പം നവ്യ പറയണ്ടേട്ടോ, മോളെ ഇനി അധികം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും നല്ല ബന്ധം കിട്ടാൻ പോണതെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയണ്ട, അച്ഛൻ അയാൾക്ക് 30-35 വയസ്സുണ്ട്. അമ്മ പറയണ്ട, ഓ പിന്നെ 35ഒന്നുമില്ല, ഏറെ ഒരു 30 അല്ലേ ഗോവിന്ദേട്ടാന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ ഗോവിന്ദേട്ടൻ പറയാം, അല്ല അത് മാത്രമല്ല ഇതിപ്പോൾ അയാളുടെ രണ്ടാമത്തെ കല്യാണമൊന്നുമല്ലോ, ആദ്യമായിട്ടല്ല അയാൾ കല്യാണം കഴിക്കാൻ പോകണമെന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം നന്ദൂട്ടൻ പറയണ്ട, എന്തായാലും അയാളുടെ ഭാര്യ എനിക്ക് താല്പര്യമില്ല. അപ്പം അച്ഛൻ പറയണ്ട കേട്ടോ, മോളെ അങ്ങനെ നിനക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ടെന്നാണ്, ഒരു കാരണവശാലും ആ ബന്ധം നടക്കില്ല എന്ന് പറയണ്ട കേട്ടോ. അപ്പം നന്ദൂട്ടൻ്റെ മുഖം അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നയന പറയണ്ട്, നന്ദു ഒന്ന് സമ്മതിക്കേ, അതോടുകൂടി ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പം നന്ദൂട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ എല്ലാവരും പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ബലിയേടാക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ ദേഷ്യം വന്നിട്ട് പറയണേ, എന്നാൽ പിന്നെ നീ എന്താ ചെയ്യേ. എന്നിട്ട് അച്ഛൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പോയി. അപ്പം അമ്മ പറയുന്നുണ്ട്, ഇതാ നന്ദു, ചില കാര്യങ്ങൾ മക്കൾ പറയുന്നത് ശരി വെച്ചിട്ട് അവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. ഈ കാര്യത്തിൽ ഞാനും നിൻ്റെ അച്ഛനും നിൻ്റെ ചേച്ചിമാരൊക്കെ ഒരു അഭിപ്രായക്കാരാ. അതുകൊണ്ട് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ബന്ധം ഞങ്ങൾ അങ്ങോട്ട് നടത്തും. അപ്പം നന്ദൂട്ടി ദേഷ്യത്തിൽ പറയണ്ട കേട്ടോ, തിരക്കേടില്ലാണ്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്യാണത്തിന് വന്നിരിക്കുക, നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം നവ്യ നയനേനെ നോക്കുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, ഒരുപാട് പണിയുണ്ട് മോളെ, പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾക്കത് കേട്ടേ പറ്റൂ. ഈ സമയം അനന്തപുരിയിൽ ജാനകിയും ജലജയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ജലജ പറയണ്ടേ, എന്തിനാണെന്നറിയില്ല, രണ്ടുപേരും കൂടി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കണേ, ഇനിയിപ്പോൾ നവ്യനെ ബ്രെയിൻ വാഷ് ചെയ്യാനോന്ന് അറിയില്ല, ഇപ്പോൾ എന്തായാലും അവൾ ഏകദേശം നമ്മുടെ പക്ഷത്തായിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ അവളെ ബ്രെയിൻ വാഷ് ചെയ്യാനോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നയനയുടെ ഭർത്താവ് ചെയ്ത് തെറ്റ് ഒരു അച്ഛനമ്മയ്ക്ക് സഹിക്കാനോ പൊറുക്കാനോ പറ്റില്ല, എന്നിട്ടിപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഭിയേക്കാളും ആദർശിനെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ ജലജ പറയണം, അതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല, എല്ലാം ഒരുമാതിരി പ്രത്യേക സ്വഭാവകാരാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുമ്പോഴേക്കും നയനയും കയറി വരുന്നുണ്ട് കേട്ടോ. രണ്ടും വരുന്നുണ്ട് പറയുന്നുണ്ട് ജാനകി. അങ്ങനെ വന്നിട്ട് നമ്മുടെ നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദുവിനെയും അനിയനെയും ചേർത്തിട്ട് ആരും കഥകളൊന്നും ഉണ്ടാക്കണ്ട, നന്ദു അനിയുടെ പിന്നാലെ നടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരെയും നിങ്ങൾ കുറ്റപ്പെടുത്താനും വരണ്ട. അപ്പം നവ്യ പറയുന്നുണ്ട്, നന്ദുവിനെ കാണാൻ നല്ലൊരു പയ്യൻ വന്നു, ആ ബന്ധം ഉറപ്പിക്കണോ വേണ്ടതെന്ന് ചോദിക്കാൻ അച്ഛൻ ഞങ്ങളെ വിളിപ്പിച്ചത്, ഞങ്ങൾക്ക് അതിലെതിരൊന്നുമില്ല, അതുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഒത്തു വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് നടക്കും. ആ പയ്യനെ അത്രയ്ക്ക് ഇഷ്ടം നന്ദുവിനെ എന്ന് പറഞ്ഞിട്ട് നയന. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും പയ്യനെ ഇഷ്ടപ്പെട്ടു, പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നയന പറയും, അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല, അങ്ങനെയാണെങ്കിൽ വരുന്ന തുലാത്തിലോ വൃശ്ചികത്തിലോ കല്യാണം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഹോ എങ്ങനെയെങ്കിലും അതൊന്നും നടന്നാൽ മതിയായിരുന്നു, അപ്പോൾ ഇവിടെ ഉള്ള ഒരുത്തൻ അവളെ കുറിച്ചുള്ള കാണുന്ന സ്വപ്നങ്ങളൊന്നും അവസാനിപ്പിക്കുമല്ലോ. ജലജ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലും ഇങ്ങനെ സ്വപ്നം കാണാൻ മാത്രം അവൾക്ക് എന്ത് ചന്ത ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, തലയ്ക്കകത്തെ ആൾതാമസമുള്ള ആണും പെണ്ണും സൗന്ദര്യത്തിന് വലിയ വിലയൊന്നും കൽപ്പിക്കില്ല, ബുദ്ധിയുള്ള മനുഷ്യനാണ് സൗന്ദര്യം കൂടുതലുള്ളത്. സമ്മതിച്ചു, നിൻ്റെ അഭിപ്രായമാണ് ശരിയെന്ന് സമ്മതിച്ചു, സന്തോഷമായോ, അത് സൈൻ ചെയ്ത് അങ്ങോട്ട് തന്നിരിക്കണു. അങ്ങനെ സൈൻ ചെയ്ത് എൻ്റെ കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് സത്യം. ജാനകിയോട് പറയണ്ട കേട്ടോ. അപ്പോൾ ഈ അമ്മായി നന്ദുവിൻ്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങളെ ശല്യം ചെയ്യരുത്. അനിയും നന്ദും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി അറിയണോണ്ടാ എടിപിടിന്ന് നന്ദുവിൻ്റെ കല്യാണം നടത്താനായിട്ട് അച്ഛനമ്മയെ തീരുമാനിച്ചത്. അല്ലെങ്കിൽ അവൾ രസമായതുകൊണ്ട് കുറച്ചും കൂടി സാവകാശം കൊടുത്തേനെ. അത് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോയിട്ട് അപ്പം നവ്യയുടെ അടുത്ത് ജലജ് ചോദിക്കുന്നുണ്ട്, ആരവളെ കെട്ടാൻ പോകണതെന്ന് ചോദിക്കണ്ട കേട്ടോ. അവൾക്ക് ചേർന്നൊരു പയ്യനാന്ന് പറഞ്ഞല്ലോ, അവളെക്കാളും കുറച്ചും കൂടി ഉയരത്തിലിരിക്കുന്ന ഓഫീസറാണ്. അപ്പോൾ ജലജ് ചോദിക്കുന്നത്, ഉയർന്ന ഓഫീസർ എന്ന് പറയുമ്പോൾ IAS IPS ഒക്കെ ആയിരിക്കും എന്ന് ചോദിക്കണ്ട കേട്ടോ. പിന്നെ എന്ന് പറയുന്നുണ്ട് ജാനകി, അവളെ പോലെ രസയെ കെട്ടാനായിട്ട് ഇപ്പോൾ സിവിൽ സർവീസ് കഴിഞ്ഞ ആൾക്കാർ വരില്ലേ, ഏതെങ്കിലും ഒരു ഭാഗ്യദോഷിയായിരിക്കും എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ജലജ പറയേണ്ട അതിനേ വഴിയുള്ളൂ, കെട്ടിയതിന് ശേഷം മിക്കവാറും അവളുടെ സ്വഭാവം വെച്ചിട്ടേ കെട്ടിയോനെ കെട്ടിയിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്, ആണുങ്ങൾ തലേണ്ടത് അവളുടെ ഒരു പ്രധാന ഹോബിയാണല്ലോ എന്ന് പറയണ്ട കേട്ടോ. എന്നിട്ട് പറയുന്നത്, അനാമികയുടെ അച്ഛനമ്മേനൊക്കെ എത്ര തല്ലിയിരിക്കണേ. ഈ സമയം നന്ദുട്ടൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കോൺസ്റ്റബിൾസ് ഒക്കെ സല്യൂട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, നമ്മുടെ CI സാറിൻ്റെ ഒരു ആരാധകനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കുന്നത്, എന്തിനാ CI സാർ എന്നെ ആരാധിക്കുന്നത്, ഞാൻ അദ്ദേഹത്തിന് താഴെ ഒരു ഓഫീസർ മാത്രമാണ്, അതുകൊണ്ട് എനിക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രം അദ്ദേഹം തന്നാൽ മതി, അല്ലാണ്ട് അതിനപ്പുറം ആരാധനയൊന്നും വേണ്ട. അയ്യോ മേഡം, ഞാൻ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞത്, ഒരു പെണ്ണായ മേഡം ഞങ്ങളെയൊക്കെ മുൾമുനയിൽ നിർത്തുന്നില്ലേ, സാറിന് ഒരുപാട് സന്തോഷമുണ്ട്, അങ്ങനെ ഒരു ആണിനും പെണ്ണൊന്നും ഞാൻ മുൾമുനയിൽ നിർത്താറില്ല എന്ന് പറഞ്ഞിട്ട് നന്ദുട്ടൻ. നിയമം വിട്ട് കളിക്കുന്നവരെ മാത്രമേ ഞാൻ കസ്റ്റഡിയിൽ എടുക്കാറുള്ളൂ. മേഡത്തിൻ്റെ ഇത്രയും സ്വഭാവങ്ങളാണ് CI സാറിന് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയണ്ടേ, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ ഇനി മേലെ ഇത്ര സംസാരമായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. അയ്യോ ഇനി ഞാനും വേണ്ടാത്തൊന്നും പറഞ്ഞില്ല മേഡം എന്ന് പറയണ്ട കേട്ടോ, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട,
ദേഷ്യം വന്നിട്ട് നന്ദൂട്ടൻ പോകാൻ കേട്ടോ. അപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുന്നത് ഇതെന്താ പറ്റിയത്, സി ഐ സാർ ആരാധകനാണെന്ന് പറഞ്ഞത് ഇത്ര വലിയ കുഴപ്പമായോ. മറ്റേ സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ, കോൺസ്റ്റബിൾ പറയുന്നുണ്ട് മേഡത്തിന് ആരാധിക്കാൻ വേറെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ സി ഐ സാറ് ആരാധിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ കോൺസ്റ്റബിൾ ഓ അങ്ങനെ, എന്തായാലും മേഡം വന്നു ഞാൻ സർക്കിളിനോടൊന്ന് പറഞ്ഞേച്ച് വരാമെന്ന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ കോൺസ്റ്റബിൾ പോയിട്ട് പറയുന്നുണ്ട് സാർ മേഡം വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും നന്ദു ഒന്ന് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്ത് പശുപശ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കോൺസ്റ്റബിൾ. എന്നിട്ട് പറയുന്നുണ്ട് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് നന്ദുനോട് വരാൻ പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാർ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. മൊബൈലിൽ ക്യാമറയൊക്കെ നോക്കിയിട്ട് മീശയും താടിയൊക്കെ ശരിയാക്കി ഇരിക്കുകയാണ് നമ്മുടെ തടിയില്ല സി ഐ സാറ്. അപ്പോൾ ഓക്കെ, നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.